ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ യെല്ലോ ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പം ഇൻസ്റ്റാഗ്രാമിലും പിന്നെ നമ്മുടെ യൂട്യൂബിലും കുറച്ച് പേര് ഇതിൻ്റെ ലോങ് വീഡിയോ ഇടാവോ എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടേക്കാമെന്ന്. നമ്മളധികം വൈകിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ഇവിടെയാണെങ്കിൽ ആ വീഡിയോയിൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ഞാനൊരു ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയലാട്ടോ. അധികം കട്ടിയില്ല, എന്നാൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ഒരു ഡബിൾ സൈസ് ബെഡിൻ്റെ ഒരു ഷീറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ എൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, ഞാൻ അതിൻ്റെ അകത്ത് കോളർ നെക്കാണ് വെക്കുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ കഴുത്തിൻ്റെ അളവ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലെങ്ത് 4ഉം വിഡ്ത്ത് 3ഉം ആട്ടോ കൊടുക്കുന്നത്, 3 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ കോളർ നെക്ക് വെക്കുമ്പം അധികം ഇങ്ങനെ ഇറക്കത്തിൻ്റെയും നീളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ വളരെ ചെറുതായിട്ട് 3 കൊടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ എനിക്ക് ഷോൾഡർ വിരിവ് അത്ര ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഞാനിവിടെ ഒരു 4 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 7 എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു 1 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നിനുമല്ല, നമ്മുടെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഈ 1 ഇഞ്ച് വിട്ടിട്ടുള്ള അളവാട്ടോ നമ്മുടെ കൈക്കുഴി നമ്മൾ എടുക്കുക. അപ്പോൾ എനിക്ക് 6.5 വേണ്ടത്. അപ്പം ഞാൻ ആ 1 ഇഞ്ച് വിട്ട് 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് കൈക്കുഴി വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ ജസ്റ്റ്, അതായത് നമ്മൾ ആദ്യം കൈക്കുഴി മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് നമുക്കൊരു 1/4 ഇഞ്ച് അകത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിഫറെൻറ്റ് സൈസാണല്ലോ. അപ്പം അതായത് നമ്മളൊരു കുറച്ചുകൂടെ കയറ്റി വെട്ടുമല്ലോ. അപ്പം നമുക്കാണെങ്കിൽ ആദ്യം നമ്മുടെ ബാക്കിലെ കൈക്കുഴി വരച്ചിട്ട് രണ്ടാമത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴിയും കൂടെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 2ഉം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തെ അളവാട്ടോ. അപ്പം ഞാനിവിടെ എൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തെ ലെന്ത് എന്ന് പറയുന്നത് 18 ആണ്. അപ്പം ഞാനിവിടെ 18 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് അളവ് വേണ്ടത്, ഇപ്പോൾ മീഡിയം സൈസുകാർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പോലെ അളവ് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണോ അളവ് വേണ്ടത് അത്രയും നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ഇട്ടിട്ട് വേണം കേട്ടോ. എപ്പോഴും നിങ്ങൾ ഏത് ഡ്രസ്സ് മാർക്ക് ചെയ്താലും, ഇപ്പോൾ നമ്മൾ പഴയ ഡ്രസ്സ് വെച്ച് അതിൻ്റെ സെയിം അളവിൽ തയ്ച്ചാൽ പോലും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. 1-2 ഇഞ്ച് വിടുന്ന കുഴപ്പമില്ല. കാരണം നമുക്ക് ഭാവിയിൽ നമുക്ക് വണ്ണം വെക്കാനും വണ്ണം കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അത് ഭയങ്കര യൂസ്ഫുള്ളാകും. കാരണം ഞാൻ ഈ തുടക്ക സമയത്തൊക്കെ ഞാൻ അധികം തയ്യൽ തുമ്പൊന്നും ഇടുകയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പണികൾ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ താഴേക്ക്, അതായത് ഞാനിവിടെ ഒരു A-ലൈൻ ഡ്രസ്സാണ് തയ്ക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിസിബിൾ ആകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പെൻ വെച്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാക്ക് നെക്ക് വെട്ടിക്കൊടുക്കാം. കാരണം നമ്മുടെ ബാക്ക് നെക്ക് ചെറുതാണല്ലോ, അത് നമുക്ക് വെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യത്തെ പീസ് മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ പീസിൽ, അതായത് ഫ്രണ്ട് പോർഷനിലെ ആ ഒരു പീസിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കും അതോടൊപ്പം കൈക്കുഴിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നെക്കും പിന്നെ നമ്മുടെ കൈക്കുഴിയും വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനിയാണെങ്കിൽ നമ്മൾ വെട്ടിയ 2 പീസോടെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് കോളർ വെക്കാനുള്ളതാണ് പിടിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ കോളർ വെക്കാൻ വേണ്ടി ഒരു പീസ് വെട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു, അതായിരുന്നു ഇത്. അപ്പം ഞാനത് ഇവിടെ ഒരു ഞൊറിച്ചിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കോളർ വെക്കുന്നതിലും കുറച്ചുകൂടി ഈ ഡ്രസ്സിന് എനിക്ക് ഇങ്ങനെ നല്ല ഞൊറിവ് വെച്ചൊരു കോളർ വെക്കുന്നതാണ് എനിക്കിഷ്ടമായത്.
പിന്നെ നമ്മുടെ കൈയും പിന്നെ നമ്മുടെ ഡ്രസ്സ് ഫുള്ളായിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എന്തേലും ഇതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം കേട്ടോ. അപ്പോഴേ എനിക്ക് ഇനിയുള്ള വീഡിയോയിലും അതാണെങ്കിൽ മാനേജ് ചെയ്ത് നന്നാക്കി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ അടിഭാഗത്ത് ഞാനിങ്ങനെ ഒരു ഞൊറിച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാനിതിന് പോക്കറ്റ് വെച്ചാലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ അതിനുള്ളൊരു ക്ഷമയുണ്ടായില്ല. പേഷ്യൻസ് ആണല്ലോ ഏറ്റവും വലുത്. അപ്പം ഞാൻ അതിനുള്ളൊരു പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോക്കറ്റ് വെച്ചില്ല. അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.